നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഇന്നത്തെ നായകൻ രാഹുൽ മാങ്കാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം അത്യാവശ്യം ലെവലൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഒരുത്തന്റെ ഇമേജ് എങ്ങനെ നശിപ്പിക്കാമെന്ന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടിറങ്ങുന്ന കുറെ എണ്ണം, അവരെ പറ്റിയായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കല്ലേ. ആദ്യം തന്നെ പറയാം, ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു പാർട്ടി അണിയല്ല. ഒരാണിന് വേണ്ടി സംസാരിക്കാൻ ഈ കേരളത്തിൽ ഒരുത്തം പോലും ഉണ്ടാവില്ല. പെണ്ണ് വന്ന പൊക്കോളും പിന്നാലെ മൂടുണ്ടാങ്ങി കഴുതകള്. ഒരുത്തം കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആവുമ്പോ അതിൽ കടിമൂത്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന കൊറോണുണ്ട് ഇവിടെ. നാളെ ഇയാൾ ഒരു കുറ്റവാളിയോ കുറ്റം ചെയ്യാത്തവനോ ആവട്ടെ, വെറും ഒരു വോയിസ് റെക്കോർഡിന്റെ പേരിൽ ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. അയ്യോ ഏട്ടാ, ഇത് AI പറഞ്ഞു വരുന്ന കാലത്ത് മാങ്ങാങ്കൂട്ടം പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിയട്ടെ. ആ സ്ത്രീ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വെച്ച് സ്ത്രീയാണ് ശരിയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരുത്തന്റെ കരിയർ പോണ വിഷയമാണ്. ലീക്കായ ഒരു വോയിസ് ഉണ്ട് പറഞ്ഞല്ലോ, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അമ്മയ്ക്ക് പോകാൻ വേണ്ടി. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ലാക്കൊല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇതേപോലെ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതേപോലെ വോയിസും കാര്യങ്ങളും ഒക്കെ വരും. അത് ഒന്നും ആവാത്ത സമയത്തല്ല, എല്ലാം ആയതിനു ശേഷം വളർച്ചയിൽ കടിമൂത്തിട്ടേ. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ വേടന്റെ ഇഷ്യൂ, ഇത്രയും കാലം ഇല്ലാത്ത ഒരു കടി എന്തിനാണ് ഈ വോയിസ് അയച്ച ആൾക്കോ അല്ലെങ്കിൽ ഇതിപ്പോ കുത്തിപ്പൊക്കിയ ആൾക്കോ ഈ ഇലക്ഷൻ ടൈമിൽ പണി? അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലും വൾഗറായിട്ട് തലയിൽ കയറ്റി വെച്ച് കൊടുത്ത കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. പാസ്റ്റ് ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ്, എവിടെ പോലെ. പിന്നെ നമ്മുടെ LDF വെള്ളത്തിലെടുക്കരുത് കേട്ടോ. ഇതേപോലെ ആരോപിച്ചതല്ലാണ്ട് അവർക്ക് നേരെ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? ഒരാണിനെ വലിച്ചു കീറാൻ പറ്റിയ ഏറ്റവും നല്ല കണ്ടന്റ് ആണ് പെണ്ണ് കേസ്. അതിൽ തന്നെ മാസ്റ്റർ ഡിഗ്രി എടുത്ത കുറെ ശത്രുക്കൾ നമുക്കിടയിലുണ്ട്. ഇതേപോലത്തുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം സിംഗിൾ ആയിരിക്കുക. സിഗ്മ നിന്നൊക്കെ നാളെ പോക്സോ കേസിനെ പിടിച്ച് അകത്തിടും. ഒരുത്തിയോട് പോയി മിണ്ടരുത്. എന്ത് വിശ്വസിച്ചിട്ട് അവിടെയൊക്കെ ജീവിക്കുക? നാളെ എനിക്ക് നേരെ ഇങ്ങനെ ഒരു വന്നില്ലെന്ന് ആര് കണ്ടു? ചുരുച്ചോ നിനക്കൊക്കെ നാളെ വരും. അതേപോലെ സരിതയും പൊരിതയും പണ്ട് ഓരോ സാധനങ്ങളും. നമുക്ക് വിദഗ്ധരെന്താ പറയുന്നത് നോക്കാം. പുരുഷന്മാർക്ക് കുറെ KSRTC ബസ്സിലടക്കം സംവരണം വേണമെന്നുള്ളതാണല്ലേ? പിന്നല്ലാണ്ട് സ്ത്രീകൾക്കുണ്ടെങ്കിൽ പുരുഷന്മാർക്കും സീറ്റ് അതേപോലെ തന്നെ വേണം. എന്താ അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്താ? പ്രത്യേകിച്ച് ഇപ്പൊ ആരാ ഭരിക്കുന്നത്? ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗണേശനല്ലേ. ഇവരത് ശ്രദ്ധയപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. വേറെ എന്തൊക്കെയാണ് അടിയന്തരമായി വേണ്ടത്? അടിയന്തരമായിട്ട് വേണ്ടത് ഈ പുരുഷ കമ്മീഷൻ തന്നെയാണ് അടിയന്തരമായിട്ട് വേണ്ടത്. ഈ പുരുഷ ദിനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്കുള്ള ഒരു വേദിയാണ് ഇവർ ഒരുക്കി തരുന്നത്. ആരാണെങ്കിലും ചേച്ചിക്ക് സ്നേഹമുണ്ട് ഞങ്ങളോട്. ചേച്ചി ചെയർമാനാവ്, ചക്രവർത്തിയാവാ, സെക്രട്ടറി. പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയില്ല.
ഒന്ന് തൊട്ടു ഒന്ന് നോക്കി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ കുറ്റക്കാരാണ്. ചിന്തിക്കുന്നില്ല, ഈ പറയുന്നവർ ചിന്തിക്കണം. തൊടുന്നതൊക്കെ പ്രശ്നമല്ലേ? അതാ പറഞ്ഞ ആ തൊടുന്ന ആൾക്കാർ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന ആ പുരുഷന്റെ ഭാര്യ ഒരു സ്ത്രീയല്ലേ, അമ്മ സ്ത്രീയല്ലേ, എന്താ ചിന്തിക്കാത്തത്? സൂക്ഷിച്ചോ, എടുത്തുപോലും പോണ്ട വിറ്റങ്ങളുടെ അൺമാക്കിൽ പണി തരും. ലാസ്റ്റ് മാങ്ങാങ്കൂട്ടം മൂങ്ങണ പോലെ മൂങ്ങേണ്ടി വരും എല്ലാത്തിനും. തൊടാതെ പറയുന്നവർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളൊപ്പം ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ആണുങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത്? ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലല്ലേ സംസാരിക്കുള്ളൂ. ഈ നമ്പർ ആകാശത്ത് മഴത്തുള്ളി പോലെ വീഴുന്നതല്ല, ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ? കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികേടായിട്ട് വല്ലതും വന്നാലേ നമ്മുടെ കയ്യിലായിട്ട് സ്വിച്ച് ഇരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലില്ല വേണ്ടേ പെണ്ണിനെ? കരണക്കുറ്റിക്കോ? ബാക്കി എവിടെ പോയി? വേണ്ടേ? വേണമെന്നല്ല, ഏതൊരാളാണേലും ഒരു സ്ത്രീയെ 5 തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, 1 തവണ ബലാത്സംഗം ചെയ്യും. ബാക്കി 4 തവണയും ബലാത്സംഗം ചെയ്യാൻ പറ്റൂല. ആരാ പറഞ്ഞത്? തെറ്റല്ലേ? ഞാൻ വേണമെന്നല്ല, ഏത് പുരുഷനായാലും ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യും. സത്യം 5 തവണക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളമാണ്. നാളെ ഒരു പെണ്ണ് പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ മാങ്ങാങ്കൂട്ടം പോലെ നമ്മളാവും. സൂക്ഷിച്ചൂടാ, സിഗ്മ നടന്നോ സിഗ്മ. വേണ്ടാത്ത വള്ളികൾ പിടിക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ എണ്ണം ചാറ്റ് ചെയ്യാൻ വരും. റിപ്ലൈ കൊടുക്കരുത്, ഓർത്തോ സിഗ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. അപ്പൊ ശരി സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ സുധി ടോക്സ് സൈനിങ് ഓഫ്. ആഹാ, നിങ്ങൾ പോയില്ലേ? ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. നിങ്ങൾ ആരുടെ ഭാഗത്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ. മാങ്കുട്ടമാണോ സ്ത്രീയാണോ?